ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ റീസെൻ്റ്ലി ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ കൊച്ചിൻ്റെ ബാപ്റ്റീസൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി അടുത്തുള്ളൊരു സ്ഥലത്ത് പോയായിരുന്നു. അങ്ങനെ മേടിച്ചിട്ട് കൊണ്ടുവന്നപ്പോൾ ഗൈസ് താണ്ട് നമ്മുടെ ഗംഗച്ചേച്ചി പറയുന്ന പോലെ ഒരു മുതുക്ക് പെട്ടി. എൻ്റെ പൊന്നെ, മേടിക്കാൻ പോയ എങ്ങനാണോ ആ ഒരു മൈൻഡ് അല്ലായിരുന്നു തിരിച്ചിറങ്ങി വന്നപ്പോൾ. അയ്യോ, ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ ഇമാതിരി കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കാൻ വളരെ വൈകിപ്പോയി. അത് പോട്ടെ. അപ്പോൾ നമുക്ക് ഈ മുതുക്കപ്പെട്ടി പൊട്ടിക്കാമല്ലേ? ഓൾറെഡി പൊട്ടിച്ചായിരുന്നു. പൊട്ടിച്ച് കൊടുക്കേണ്ടവർക്കൊക്കെ കൊടുത്ത് അങ്ങനെ ഇതാക്കി. ഇപ്പം നമ്മുടെ കുറച്ച് സെറ്റുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ എല്ലാവരും കൊണ്ടുപോയി. അപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ അവർക്ക് സമയം ഉണ്ടായില്ല. അപ്പോൾ നമുക്ക് പെട്ടി പൊട്ടിക്കാം. ഞാൻ പെട്ടി പൊട്ടിച്ചു കേട്ടോ. അപ്പം ഈ വീഡിയോ ഇടുന്നതിന് മുന്നേ തന്നെ ഒരു ഷോർട്ട് സെറ്റ് ഉണ്ടായിരുന്നു, ഇത് മേടിച്ചപ്പോൾ ഒരു ഗിഫ്റ്റ് കിട്ടിയത്. അപ്പോൾ അത് നിങ്ങൾ കണ്ടു കാണുമല്ലോ അല്ലേ? അപ്പോൾ ഞാൻ അത് ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല. കാരണം വേറെ ഒന്നുമല്ല, ഓൾറെഡി എടുത്ത് ആ ബോക്സ് ഞാൻ വേറെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു. അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പം ഫസ്റ്റിന് ഇതാണ് കേട്ടോ വന്നേക്കണത്. പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. എൻ്റെ പേരെന്തോന്ന് പറയുന്നതെന്ന് എനിക്കറിയാൻ മേലെ. അത് മേടിച്ചു. പിന്നെ മുണ്ട്. നിങ്ങൾ ഓൾറെഡി ഷോർട്ട്സും വീഡിയോ ഒക്കെ കണ്ട് കാണും, അതുകൊണ്ട് ഞാൻ പറയണില്ല. അതെ, ഇതായിരുന്നു കേട്ടോ. ഭയങ്കര റേറ്റാണ് ഒരു മുണ്ടിനൊക്കെ. ഇത് തന്നെ എത്രയാണെന്നറിയാം? എത്രയാണ്? 699 ഒരു മുണ്ടിന്. അയ്യോ, ഓർക്കാൻ മേല. പിന്നെ ഈ ഷർട്ട് ഉണ്ടോ, ഇത് അഗിക്ക് മേടിച്ചതാണ് കേട്ടോ. നമ്മൾ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അഗിക്ക് ഒരുപാട് സന്തോഷമാവും അത് കൊടുക്കുമ്പോൾ. ഇതൊരെണ്ണം മേടിച്ചായിരുന്നു. ഇതാട്ടോ ചേട്ടൻ്റെ ഷർട്ട്. കളർ തീമൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ അല്ലേ? അതാ ഈ ഷർട്ടാണ്. അതിൻ്റെ ഉള്ളിൽ തന്നെ വെക്കണം, ഇല്ലെങ്കിൽ എനിക്കിട്ട് കിട്ടും. ഞങ്ങൾ മറ്റേ വിഷുവിന് മുന്നേ ആട്ടോ ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുക്കാൻ പോയിരുന്നത്. അപ്പോൾ അതേ ഒരു വിഷു ബമ്പർ എന്നൊക്കെ പറഞ്ഞ് ഫാഷൻ വില്ലേജിൽ നിന്ന് കിട്ടിയതാണ്. ഞങ്ങൾ ഫാഷൻ വില്ലേജിലും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ കൂപ്പണാണ്. ഇതെന്തായോ ആവോ, അതൊക്കെ വെറും തട്ടിപ്പ്. ഞാനങ്ങനെ വിശ്വസിക്കണുള്ളൂ. പിന്നെ ബില്ല് കാണിക്കണില്ല ഗൈസ്. അയ്യോ, ഇതൊക്കെ ഫ്രീ ആയിട്ട് കിട്ടൂലോ നമുക്ക്. അത് പിന്നെ നമ്മുടെ മെയിനായിട്ട് ഇതാണ് ബാപ്റ്റിസം സെറ്റ്. എൻ്റെ മനസ്സിൽ ഗൈസ് ഒരുപാട് പിക്ചർ ഉണ്ടായിരുന്നു കേട്ടോ. എന്താ പറയുക, കുറേ ഞാൻ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിൻട്രസ്റ്റിൽ. ഞാനിവിടെ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെ സ്വപ്നം കണ്ടാണ് പോണത്. അവിടെ പോയിട്ട് എനിക്കൊന്നും കിട്ടണില്ല കേട്ടോ. പിന്നെ കൽപ്പറ്റ വരെ പോകാനാണെങ്കിൽ സമയമില്ല ഞങ്ങൾക്ക്. ചേട്ടൻ ആകെ 2 ദിവസത്തെ ലീവിനാണ് വന്നത്. ആ 2 ദിവസം കൊണ്ട് ഒരുപാട് പണി ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഇവിടെ നിന്ന് തന്നെ ചെയ്യാം, ഇവിടെ നിന്ന് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എൻ്റെ മനസ്സിനെ അങ്ങ് തളർത്തി. അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ, നമ്മൾ വിചാരിക്കുന്ന ഒന്ന് നടക്കുന്ന വേറൊന്നായിരിക്കും. എൻ്റെ കാര്യത്തിൽ അത് മിക്കതും അങ്ങനെ നടക്കാറ്. അതുകൊണ്ട് ഞാൻ ഇതെടുത്തു. പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഒറ്റ പ്രാവശ്യമല്ലേ ഇടുള്ളൂ, പിന്നെ ഇതൊന്നുമില്ല. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, വലിയ ഗുണമില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ സംഭവം സെറ്റാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ ഈ വിചാരിച്ചത് കിട്ടാതെ വരുമ്പോഴൊരു മാനസിക സമ്മർദ്ദം ഉണ്ടല്ലോ, അതാണ് എനിക്ക്. നല്ല അടിപൊളി പാക്കേജിങ് ഒക്കെ ആട്ടോ അവരുടെ. സോസ് ഉമ്മ വെക്കണമെന്നുണ്ട്. പിന്നെ ലിപ്സ്റ്റിക്ക് അതേപോലെ ആവും, ട്രാൻസ്ഫർ ആവുന്ന ലിപ്സ്റ്റിക്ക് ഇട്ടേക്കണം. എന്ത് ക്യൂട്ടാലേ. എൻ്റെ കൊച്ചിനെ തന്നെ ഇട്ട് കാണുമ്പോൾ എൻ്റെ ദൈവമേ, ഇപ്പം തന്നെ ഇട്ടുനോക്കാനാണ് എനിക്ക് തോന്നണേ. പിന്നെ വേണ്ട, ഇത് ഇപ്പം തന്നെ സെറ്റ് ചെയ്തൊന്ന് വെക്കട്ടെ ഗൈസ്, ഇല്ലെങ്കിൽ ചിലപ്പോൾ പിന്നെ സമയം കിട്ടില്ല. കാരണം വേറെ ഒന്നുമില്ല, ഞാൻ ഇപ്പോൾ ആ വീഡിയോ എടുക്കുന്നതിന് അവൾ ഉറങ്ങുന്ന സമയത്താണ്. വീട്ടിലാണ് ആരുമില്ല. അപ്പോൾ പിന്നെ അവൾ എണീക്കുന്നതിന് മുന്നേ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല, പിന്നെ പറ്റില്ല. പിന്നെ ഞാൻ തിരക്കാറ് എല്ലാം കൂടി ചുടുക്കി കൂട്ടി മടക്കി അവിടെ എടുത്ത് വെക്കും.
എനിക്ക് ഒന്നാമത് അലമാരിക്ക് വലിപ്പം കുറവാണ്. ഞാനാണ് ഒരുപാട് ഡ്രസ്സ് മേടിച്ച് കൂട്ടിയായിരുന്നു ഒരു സമയത്ത്. ഇപ്പോൾ ആ ഡ്രസ്സൊക്കെ ഞാൻ എവിടെ കൊണ്ടുപോയി വെക്കണം എന്ന് എനിക്കറിയില്ല. കുറേയൊക്കെ ഇടാനും പറ്റണില്ല. അങ്ങനെയാണ്. ആർക്കെങ്കിലും കൊടുക്കാന്ന് വെച്ചാൽ ഒന്നാമത് നമ്മൾ ഇട്ടത് എങ്ങനെ കൊടുക്കാമെന്ന്, പിന്നെ രണ്ടാമതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, അതൊക്കെ എൻ്റെ ഒരു മെമ്മറീസാണ്. അത് കൊടുക്കാൻ എനിക്കൊരു മടിയും. അത് പോട്ടെ. പിന്നെ നമ്മൾ ബാപ്റ്റിസത്തിന് ഒരു വൈറ്റ് ടർക്കി വേണം നമ്മൾ പറഞ്ഞായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളൊരു വൈറ്റ് ടർക്കി മേടിച്ചു. അല്ലാണ്ട് വേറെ കൊച്ചിനെ ഇങ്ങനെ ഇവിടെ എന്തോ കടിച്ചു കേട്ടോ, അതാണ് ഞാൻ ഈ ചൊറിഞ്ഞുകൊണ്ടിരിക്കണം. അപ്പം വേറൊരു ടർക്കിയും കൂടെ വേണമെന്ന് പറഞ്ഞു. അതിവിടെ ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ഒറ്റ ടർക്കിയെ മേടിച്ചുള്ളൂ കേട്ടോ. പിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട്, അതായത് ചേട്ടായിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ചേട്ടായിക്കും എനിക്കും കൊച്ചിനും ഒരേപോലത്തെ ഡ്രസ്സ് മേടിക്കണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരേപോലത്തെ കളർ തീമിൽ ഡ്രസ്സ് ഇട്ടിട്ട് പോകുന്ന ആൾക്കാരൊന്നല്ല കേട്ടോ. ചേട്ടായിക്ക് വേറെ കളറാണ് ഇഷ്ടപ്പെടുക, എനിക്ക് വേറെ കളറാണ് ഇഷ്ടപ്പെടുക കേട്ടോ. അപ്പോൾ ചേട്ടായിയാണ് എന്നോട് ഇങ്ങോട്ട്, പിന്നെ ഞാനാണ് അങ്ങോട്ട് പറയുക ചേട്ടായിനോട്, ചേട്ടായി നമുക്ക് ഒരേപോലത്തെ കളർ ഇട്ടാലോ. അപ്പോൾ ചേട്ടായി പറയും നീ വേറെ ഇട്ടോ ഞാൻ വേറെ ഇട്ടോളാന്ന് പറയും. പിന്നെ ഞാൻ നിർബന്ധിക്കില്ലേ, എല്ലാവർക്കും അവരവരുടേതായ ഇഷ്ടങ്ങളുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ നിർബന്ധിക്കാറില്ല കേട്ടോ. പക്ഷെ ഇപ്പോൾ കൊച്ചുണ്ടായിരിക്കുന്നപ്പോൾ ചേട്ടായി പറയാം നമുക്ക് ഒരേപോലത്തെ ഇടാം കേട്ടോ. ഇല്ല ഞാനും കൊച്ചും ഒരേപോലത്തെ ഇടാന്ന് പറയും. അപ്പോൾ പിന്നെ അപ്പോൾ ഞാനും ഇടും. അങ്ങനെ കൊച്ചിന് വേണ്ടിയിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഞങ്ങളെല്ലാവരും കൂടെ സെലക്ട് ചെയ്ത ഡ്രസ്സാണ് കേട്ടോ. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഞങ്ങൾ ആദ്യമായിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച്, കാരണം കൊച്ചുണ്ടാവുന്നതിന് മുന്നേ കൊച്ചിന് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ പോയത് ചേട്ടായിൻ്റെ മൂത്ത ചേട്ടനാണ് കേട്ടോ. അപ്പം അവർ രണ്ടുപേരും പോയി, ഞാൻ പോയിട്ടുണ്ടായില്ല. അപ്പോൾ കൊച്ചിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച്, അതായത് ഞാനും ചേട്ടൻ ഒരുമിച്ച് ഒന്നുപോലും പോയി മേടിച്ചിട്ടുണ്ടായില്ല. അപ്പം ഞങ്ങൾ ആദ്യമായിട്ട് മേടിച്ച ഡ്രസ്സാണിത്. ഇതെങ്ങനെയുണ്ട് ഗൈസ്, കൊള്ളാവോ? എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒന്നാമത് ഈ പിള്ളേർക്ക് ഡ്രസ്സ് മേടിച്ചിട്ട് ഒരു ഐഡിയ ഇല്ല, അതുകൊണ്ട് എനിക്ക് കാണുന്ന എല്ലാം മേടിക്കണമെന്നുണ്ട്. എനിക്കല്ലേ തന്നെ എനിക്ക് ഡ്രസ്സിനോട് ഒരു പ്രാന്താണ്. ഡ്രസ്സൊക്കെ എനിക്ക് ചേർന്നാലും ചേർന്നില്ലേലും കാണുന്നൊക്കെ ഞാൻ മേടിച്ച് കൂട്ടും, എന്നിട്ട് ആ പെട്ടിക്കുള്ളിൽ അടുക്കി വെക്കും. ഞാൻ ഒരു ദിവസം എൻ്റെ വാർഡ്രോബ് കാണിച്ചു തരാം. അതിനകത്ത് ഒരുപാട് ഡ്രസ്സുണ്ട്, പക്ഷെ ഒന്നും ഇടില്ല, എനിക്കിഷ്ടമല്ല, അതാണ് കേട്ടോ. അങ്ങനെ മേടിച്ചൊരു ഡ്രസ്സാണ് ഗൈസ്. ഇതെങ്ങനെ ഇഷ്ടപ്പെട്ടോ? എനിക്കെന്താണെന്ന് അറിയില്ല, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഒരു പെർഫെക്ഷൻ വരുന്നത് നോക്കിക്കോ. ലൈറ്റ് പോയി, ഇതുണ്ടോ ആ ഒരു ഇതൊക്കെ വന്ന്, എന്താ പറയുക, നല്ല ക്യൂട്ട്. ഞങ്ങളെടുത്ത ഫോട്ടോസൊക്കെ ഞാൻ ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആഡ് ചെയ്യുക, ഇല്ല ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് ഈ കളർ തീമിൽ വെച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ഡ്രസ്സ് എടുത്തത്. ഒരുപാട് ഓടി, അങ്ങനെ ലാസ്റ്റ് അവർക്ക് രണ്ടുപേർക്കും കിട്ടി, എനിക്ക് കിട്ടിയില്ല. പിന്നെ ഇതാ ഞാനെടുത്തത്, ആദ്യം ഞാൻ വിചാരിച്ചു ഒരു ഫുൾ സെറ്റ് എടുക്കാം ചുരിദാറെന്ന് വെച്ച്. നമുക്ക് അല്ലാണ്ട് ഒരുപാട് വർക്കുള്ളതൊന്നും ഇടാൻ പറ്റില്ല, കാരണം കൊച്ചിനെ ഫീഡ് ചെയ്യുന്നത് കൂടെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് വർക്കുള്ളത് ഇടാനേ പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ സിമ്പിളായിട്ടുള്ളത് മതി, പിന്നെ അധികം പൈസ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്നാൽ സിമ്പിളായിട്ട് മതി എന്ന് വെച്ചു. അങ്ങനെ ഒരു ഫുൾ സെറ്റ് ചുരിദാർ എന്ന ഒരു കുർത്ത സെറ്റ് എടുക്കാമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷെ അവിടെ നോക്കിയിട്ട് എനിക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ വേറെ കടയിൽ പോകാൻ സമയമില്ല. അപ്പോൾ ഞാൻ വെച്ചെന്നാൽ പിന്നെ വെറും ടോപ്പ് മാത്രം എടുക്കാമെന്ന്. അങ്ങനെ ടോപ്പ് മാത്രം നോക്കി അവസാനം കിട്ടി ഇതാട്ടോ. അതപ്പോഴത്തേക്കും പെണ്ണെണീറ്റ് ഗൈസ്, സ്വപ്നം കണ്ടതാ. അങ്ങനെ ഞാൻ ഇതാട്ടോ എടുത്തത്. എങ്ങനെയൊക്കെയോ ഒരു ചെറിയൊരു മാച്ചിങ്. അങ്ങനെ പിന്നെ അതിന് ഞാനിതാ ഒരു ഷോളും ഒരിതും ഈ ഒരു കളറിൽ എടുത്തു കേട്ടോ. ഇതിനൊക്കെ എന്നാ റേറ്റാണെന്നറിയോ? അയ്യോ, ഞാൻ പറയും ഗൈസ്, ഒരു ഷോളിന് തന്നെ എത്രയായി? ഒരു ഷോളിന് തന്നെ 300 രൂപ, 310. ഓ, കഴുത്തറപ്പിന് ഇത്രയൊക്കെ ഡ്രസ്സിന് വിലയാണ്. എന്നെ മറ്റേ വിട്ടിരുന്ന് ഞാൻ വല്ല ബ്രോഡ്വേയിലും പോയിട്ട് ആക്രിക്ക് പെറുക്കിക്കൊണ്ട് വന്നതാണ്. പിന്നെ ഒരു അണ്ടർ ഗാർമെൻറ്റ്സും കാര്യങ്ങളും, പിന്നെ ടവല് ഫ്രീ കിട്ടി, അത്രേ ഉള്ളൂ ഗൈസ്. ഞാനിത് എവിടെ നിന്ന് എടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാനന്തവാടി സെഞ്ചുറി എന്നാട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ നമ്മുടെ കുട്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലി മെമ്പറും കൂടെ ആയേക്കും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.